2023 മാർച്ച് മാസത്തിൽ നടന്ന ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മൂല്യനിർണ്ണയം ഏപ്രിൽ മാസം 16 ആരംഭിച്ച് മെയ് 25 ഫലപ്രഖ്യാപനം നടത്താൻ കഴിയുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിന് 2-3 ദിവസത്തെ വ്യത്യാസം വരും. എത്ര ദിവസം വ്യത്യാസം? മെയ് 20 ഒന്ന് പറഞ്ഞേ. കഴിഞ്ഞ വർഷം മെയ് 22 റിസൾട്ട് കൊടുത്തത്. ഈ വർഷം മെയ് 25 കൊടുക്കാൻ പറ്റുന്ന പ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ വർഷം വാല്യുവേഷൻ ഏപ്രിൽ 6 തുടങ്ങി. ഈ വർഷം 16 തുടങ്ങുന്നത്. 10 ദിവസം ലേറ്റായിട്ടാണ് 63 സിംഗിൾ വാല്യുവേഷൻ ക്യാമ്പുകളും 26 ഡബിൾ വാല്യുവേഷൻ ക്യാമ്പുകളും ഉൾപ്പെടെ ആകെ ക്യാമ്പുകൾ 89 മൂല്യനിർണ്ണയ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നു. ഒന്നാം വർഷം 26,20,932 പേപ്പറുകളും ഇംപ്രൂവ്മെന്റ് പേപ്പർ 7,50,427 രണ്ടാം വർഷം 26,69,493 പേപ്പറുകളും ഒന്നാം ഇംപ്രൂവ്മെന്റ് 6,25,000 പേപ്പറുകളുമാണ് ആകെ ഉള്ളത്. ആകെ 66,65,852 പേപ്പറുകളാണ് മൂല്യനിർണ്ണയം നടത്തേണ്ടത്. ഇതിന്റെ നോട്ട് തരാം. മൂല്യനിർണ്ണയ ക്യാമ്പ് ഉദ്യോഗസ്ഥന്മാരടക്കം 24,167 അധ്യാപകരും ജീവനക്കാരും മൂല്യനിർണ്ണയ ക്യാമ്പുകളിൽ പങ്കെടുക്കുന്നു. നമ്മൾ ഈ വർഷം നടപ്പിലാക്കിയ നിരന്തര മൂല്യനിർണ്ണയം, സബ്ജക്റ്റ് മിനിമം നിരന്തര മൂല്യനിർണ്ണയം പരാതി പരിഹാര സെല്ലുകൾ കാര്യക്ഷമമാക്കും. നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് നിരന്തര മൂല്യനിർണ്ണയ പ്രക്രിയ. ഇത് ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ 50% വരെയായി ഉയർത്തി നടപ്പിലാക്കിയിട്ടുണ്ട്. സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഇത് 20%. പലപ്പോഴും അധ്യാപകരെങ്കിലും ഇതിൻ്റെ അന്തസത്ത ഉൾക്കൊള്ളാതെയാണ് മാർക്കുകൾ നൽകുന്നതെന്ന് ഈ മേഖലയിൽ ഉയർന്നു വന്ന പരാതികൾ സൂചിപ്പിക്കുകയാണ്. സ്കൂൾ തലത്തിൽ നിരന്തര മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾ സുതാര്യവും സമഗ്രവുമായി നടപ്പിലാക്കുന്നതിന് വിലയിരുത്തൽ സ്കോറുകൾ സ്കൂൾ നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിക്കേണ്ടതാണ്. ഇത് സംബന്ധിച്ച പരാതികൾ സ്കൂൾ തല മോണിറ്ററിംഗ് സമിതി പരിശോധിക്കേണ്ടതാണ്. സ്കൂൾ തലത്തിൽ പ്രിൻസിപ്പൽ, SRG കൺവീനർമാർ, സബ്ജക്റ്റ് കൗൺസിൽ കൺവീനർമാർ എന്നിവരുടെ നേതൃത്വത്തിലും ജില്ലാതലത്തിൽ DDE, DEO, ഡയറ്റ് പ്രിൻസിപ്പൽ, SCRT ഫാക്കൽറ്റി അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിലും സംസ്ഥാന തലത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ, SCRT ഡയറക്ടർ, അസസ്മെന്റ് കോർഡിനേറ്റർ എന്നിവരുടെ നേതൃത്വത്തിലും സമിതികൾ രൂപീകരിക്കണം. കുട്ടികൾക്കുണ്ടാകുന്ന പരാതികൾ സമിതിയിൽ പരിഗണിച്ച് പരിഹാരം നിർദ്ദേശിക്കണം.